സഖാവ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്കൊരു വലിയ നഷ്ടമാണ്. എല്ലാ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു വലിയ നഷ്ടമായിട്ട് മാറിയിരിക്കുന്നു. സീതാറാം സഖാവിന് ചുമയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ അതിങ്ങനെ ന്യൂമോണിയായി മാറി അദ്ദേഹത്തിന്റെ വിയോഗത്തിന് കാരണമാകുമെന്ന് ഞങ്ങൾ ഒട്ടുമേ ചിന്തിച്ചില്ല. കഴിഞ്ഞ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് സഖാവ് സീതാറാം വന്നിരുന്നു. അപ്പോഴൊന്നും ഇത്ര പെട്ടെന്ന് സഖാവ് നമ്മുടെ കൂടെ നിന്ന് മാറിപ്പോകുമെന്ന് മനസ്സിലാക്കാനേ പറ്റിയില്ല. സഖാവിന് അഗാധമായ പാണ്ഡിത്യമാണ് ഓരോ വിഷയത്തിലുണ്ടായിരുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ആവശ്യമായിട്ടുള്ള അഗാധമായിട്ടുള്ള അറിവ്, അത് ചരിത്രത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും പുരാണ ഇതിഹാസങ്ങളെക്കുറിച്ചും എല്ലാമുള്ള അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹത്തെ വളരെ ഉത്തമനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ട് മാറ്റുകയായിരുന്നു. മാർക്സിയൻ ഫിലോസഫി ഇത്ര കൃത്യമായിട്ട് ആനുകാലിക സംഭവങ്ങളുമായി ബന്ധിച്ച് വിശകലനം ചെയ്യുന്നതിന് കഴിവുള്ള അപൂർവം നേതാക്കളിൽ ഒരാളാണ് സഖാവ് സീതാറാം യെച്ചൂരി. അതേപോലെ പുരാണേതിഹാസങ്ങൾ എല്ലാം നന്നായി പഠിച്ചുകൊണ്ട് അവയിൽ നിന്നുകൂടി പാഠം ഉൾക്കൊണ്ട് അതിനെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയഗതികളുമായിട്ട് ബന്ധിപ്പിക്കുക എന്ന് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് സഖാവ് സീതാറാം യെച്ചൂരി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് മാത്രമല്ല, അദ്ദേഹം നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കൂടി പ്രിയങ്കരനാവുന്നത് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുന്നതിന്, ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് മതേതര ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചർച്ചകളിലും അഭിപ്രായ പ്രകടനങ്ങളുമായി സഖാവ് സീതാറാം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാന്നിധ്യമായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരിയുടേത് നമ്മുടെ രാജ്യത്തിന് എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം നമ്മെ വേർപിരിഞ്ഞിരിക്കുന്നു. എങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളും അദ്ദേഹം ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളും എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും എന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഖാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.